ഹായ്, വെൽക്കം ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു സർപ്രൈസ് വ്ളോഗാണ്. ഇന്ന് എൻ്റെ ഋതുക്കാൻ്റെയും എൻഗേജ്മെൻറ്റ് ആനിവേഴ്സറി ആണ്, ഫസ്റ്റ് ആനിവേഴ്സറി ആണ്. അപ്പോൾ എന്നാൽ കരുതി ഒരു സർപ്രൈസ് കൊടുക്കുക എന്നുള്ളത് അതിൻ്റെ പേരിൽ ഇറങ്ങിയതാണ്. ഇതിപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് വീണ് അപ്പോൾ അതിൻ്റെ മുകളിൽ മുറിയായി. അങ്ങനെ നമ്മൾ നേരെ ഷോപ്പിലേക്ക് പോയി. ഞാൻ ആദ്യം കരുതിയത് ഷർട്ടും പാൻറ്റും എടുക്കാമെന്ന് കരുതി, പക്ഷേ പിന്നെ വിചാരിച്ചു എപ്പോഴും ഷർട്ടും പാൻറ്റെല്ലാം എടുക്കാറ്, ഒന്ന് ചേഞ്ച് ആക്കാമെന്ന് കരുതിയിട്ട് ഒരു ടീഷർട്ടും അതേപോലെ തന്നെ അതിൽ പറ്റിയൊരു പാൻസുമാണ് നമ്മൾ എടുത്തത്. നേരെ പെട്ടെന്ന് എടുക്കൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബില്ലിയിലും കാര്യങ്ങൾക്കൊക്കെ പോയി. എന്തായാലും വേങ്ങര വരെ വന്നതല്ലേ, അപ്പോൾ ഒന്ന് ഋതുവിനെ പോയി ഷോപ്പിൽ പോയി കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കേക്ക് വാങ്ങിക്കാൻ പോയി. ഞാൻ ഷോപ്പിൽ പോയ സമയത്തൊന്നും ഋതുവിന് ഗിഫ്റ്റൊന്നും കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവനക്ക് അറിയും ചെയ്യില്ല നമ്മൾ ഈ സർപ്രൈസ് കൊടുക്കണമെന്നും. അങ്ങനെ കേക്ക് വാങ്ങിക്കാന്ന് പറയുമ്പോൾ വലിയ കേക്കൊന്നും വാങ്ങിക്കുന്നില്ല, വളരെ ചെറിയൊരു കേക്ക് പീസ് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. കാരണം ഞാൻ ഋതു ഓൾറെഡി ഷുഗർ കുറക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് കണ്ടു കഴിഞ്ഞ് നമ്മൾ എന്തായാലും കഴിക്കും. അപ്പോൾ പീസ് കേക്ക് ആകുമ്പോൾ വലിയ പ്രശ്നമില്ലല്ലോ. അങ്ങനെ അത് വാങ്ങിക്കാൻ വേണ്ടി പോയി. പിന്നെ സർപ്രൈസ് എന്ന് പറയുമ്പോൾ അത്ര വലിയ സർപ്രൈസ് ഒന്നുമല്ല, എനിക്കും ഋതുവിനൊന്ന് ഹാപ്പി ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ കുഞ്ഞു സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള സർപ്രൈസാണ്. വീട്ടിൽ വന്നപ്പോഴാണ് റൂമിൻ്റെ അവസ്ഥ ഭയങ്കര ബോറായിരുന്നു. നമ്മൾ എവിടേക്കെങ്കിലും ഒന്ന് പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളെ റൂം ഭയങ്കര മോശമാവും. കാരണം ഡ്രസ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് വെച്ചിട്ട്. അപ്പം ജസ്റ്റ് അതൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജസ്റ്റ് ഒന്ന് ബെഡൊക്കെ ഒന്ന് മേക്ക് ചെയ്തിട്ടു. റൂമിൻ്റെ ഓർഗനൈസിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഞാൻ ബാൽക്കണിയിൽ പോയി. ബാൽക്കണി ഈസ് മൈ ഫേവറേറ്റ് ഏരിയ. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അവിടെ നിൽക്കണതും അവിടെ നിന്ന് ഇതുപോലെ ഫുഡൊക്കെ കഴിക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് ഒരു ഫുഡ് കഴിച്ചു. നേരെ എന്താ പറയുക വാഷ് ചെയ്ത് അങ്ങനെ റൂമിലേക്ക് പോയി. അവിടെ നമ്മൾ ഋതുവിന് വാങ്ങിച്ച ഒരു ടീഷർട്ടും പാൻസും ഉണ്ടല്ലോ, അതിൻ്റെ കാർഡ്സൊക്കെ റിമൂവ് ചെയ്ത് ഒന്ന് ഗിഫ്റ്റ് പേപ്പറിലൊക്കെ ഒന്ന് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അതൊക്കെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കണത്. ഇതിലുള്ള ഈ ബോക്സ് കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കണ്ട. ആക്ച്വലി ഈ ഒരു ബോക്സ് ഒരു കിച്ചൺ സെറ്റിൻ്റെ എന്തോ വാങ്ങിച്ച ബോക്സാണ്. പക്ഷെ ഞാൻ ബോക്സ് വാങ്ങിക്കണമെന്ന് കരുതിയായിരുന്നു, പക്ഷെ മറന്നുപോയി. പിന്നെ തിരിച്ചു പോയി വാങ്ങിക്കാനുള്ളൊരു എനർജി എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. അപ്പോൾ സാധാ നമ്മൾ വീട്ടിലെ ഒരു ബോക്സ് വെച്ചിട്ട് ഞാൻ ചെയ്തു. ഇതൊക്കെ എന്താ പറയുക, ഒരു ചെറിയ ഹാപ്പിനെസ് ആണ്. ഇങ്ങനെയൊക്കെ വേണോ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ആ ഡ്രസ്സ് അങ്ങനെ കൊടുത്താൽ മതി. പക്ഷെ എങ്കിൽ പോലും അതെന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടുള്ള ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ. അപ്പോൾ ഋതുവിന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ പാക്ക് ചെയ്ത് ഗിഫ്റ്റൊക്കെ ചെയ്യണതൊക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അന്ന് അങ്ങനെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഗിഫ്റ്റ് പേപ്പർ വെച്ചിട്ട് ഒരു ബോക്സ് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യണത്. ഇത് ഞാൻ കബോർഡൊന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ കണ്ട ബോക്സാണ്. ഇത് വെരി സ്പെഷ്യൽ ബോക്സ്. കാരണം ഋതുവിന് ഞാൻ കൊടുത്ത എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും എടുത്തു വെച്ചിട്ടുള്ള ഒരു ബോക്സാണ് കേട്ടോ. ഈ ഒരു ബുക്കാണ് ഏറ്റവും സ്പെഷ്യൽ അതിൽ. കാരണം ഞാൻ ഋതുവിന് വെഡ്ഡിങ്ങിന് ഗിഫ്റ്റ് ചെയ്തതാണ്. വെഡ്ഡിങ്ങിൻ്റെ ഫസ്റ്റ് ഡേയിൽ ഞാൻ നെറ്റിൽ ഗിഫ്റ്റ് ചെയ്തതാണ്. അതെന്താ വെച്ചാൽ ഋതുവിനെ ഞാൻ കണ്ട അന്ന് മുതൽ നിക്കാഹ് വരെയുള്ള എല്ലാ സ്റ്റോറീസും എഴുതി വെച്ചിട്ടുള്ള ഒരു ബുക്കാണ്. ഞങ്ങളൊരു സ്റ്റോറി ബുക്ക് തന്നെ പറയാം. ഇതിലിപ്പോൾ സ്പെഷ്യലായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് എല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് പിക്സൊക്കെ പ്രിൻ്റ് ചെയ്തിട്ട് അതിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ എൻഗേജ്മെൻറ്റിൻ്റെ സേവ് ദ ഡേറ്റ് അതിൻ്റെ എല്ലാം ഫോട്ടോസൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഐ തിങ്ക് ഋതുവിന് ഇതൊരു ബെസ്റ്റായിട്ടുള്ള ഗിഫ്റ്റ് ആവണം. കാരണം ഞാൻ നിക്കാഹിൻ്റെ അന്ന് രാത്രി ഞാൻ അവനക്ക് കൊടുത്ത സർപ്രൈസ് ആയിട്ട് കൊടുത്തൊരു ഗിഫ്റ്റാണത്. സോ വെരി സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇതൊക്കെ തുറന്ന് വായിച്ചപ്പോൾ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി.
അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അതിൽ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ മുന്നേ എപ്പോഴോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ പ്രിൻറ്റ് ചെയ്തിട്ട്. അപ്പോൾ കരുതി ഋതുവിന് കേക്കിൻ്റെ കൂടെ ഇതൊക്കെ ഫോട്ടോ ആയിട്ട് ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതൊക്കെ ഞാൻ തുറന്നു നോക്കിയത്. ഇതെന്താ വെച്ചാൽ ഞാൻ ഋതുവിൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തൊരു ബുക്ക് കേട്ടോ. എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ മെമ്മറീസൊക്കെ നമ്മളെ കൈകൊണ്ട് എഴുതി വെച്ചിട്ട് നമ്മളെ കൈകൊണ്ട് ഉണ്ടാക്കി വെക്കുക, മറ്റുള്ളവരെ കൊണ്ട് ഉണ്ടാക്കാതെ നമ്മളെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. സോ അതിൻ്റെ പേരിലാണ് ഞാൻ അതൊക്കെ അവനക്ക് കൊടുക്കുന്നത്. പക്ഷേ അവനതൊക്കെ എന്താ പറയുക, ഞാൻ കൊടുത്ത അതേപോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. സോ അത് പിന്നീട് നമുക്ക് കാണുമ്പോൾ ഭയങ്കര രസമാണ്. അങ്ങനെയൊക്കെ ഇതൊരു മറ്റൊരു കഥയാണ് കേട്ടോ. ഇതെന്താ വെച്ചാൽ ഋതുക്കാൻ്റെ ബ്രദറുണ്ട്, അവനും അതുപോലെ ഋതുക്കാൻ്റെ സിസ്റ്ററിൻ്റെ മോനുണ്ട്, ആദ്യം റിച്ചും. അവർ രണ്ടുപേരും കൂടിയിട്ട് എനിക്ക് എൻഗേജ്മെൻറ്റ് ആനിവേഴ്സറിയാണ് പറഞ്ഞിട്ട് അവർ സ്വന്തമായിട്ട് ക്യാഷ് ഉണ്ടാക്കിയിട്ട് വാങ്ങിച്ചു കൊടുക്കുന്ന ഐറ്റംസാണ് കേട്ടോ. സത്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പി ചെയ്ത് കണ്ട സമയത്ത്, കാരണം അവരായിട്ട് എനിക്ക് ഓരോ സാധനങ്ങൾ പിക്ക് ചെയ്യാന്ന് പറയുമ്പോൾ പെയിൻറ്റും പെന്നും മൈലഞ്ച് ട്യൂബും റിങ്ങും ഇയറിങ്സും ഒരു കീ ചെയിനൊക്കെ ആയിട്ട് നല്ല രസമായിട്ടുണ്ടായിരുന്നു അവർ ചെയ്തതും. അവർ ഗിഫ്റ്റ് ബോക്സൊക്കെ ആക്കി ചെയ്തിട്ട് എനിക്ക് തന്നത്. കുഞ്ഞു മക്കളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, ഭയങ്കര സന്തോഷമല്ലേ. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ താങ്ക് യു ഗൈസ്. അത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിസ്കാരത്തിലേക്ക് പോയി. ഞാൻ ഇശാ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഇശാ നിസ്കരിച്ചു. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 10:30 ഒക്കെ ആവണ സമയത്താണ് ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്യണം. കാരണം ഋതു 11 o'clock ഋതു വരിക. അപ്പോൾ കരുതി അവൻ വരുമ്പോഴത്തേക്കും എന്താ പറയുക ഇതൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഞാൻ ജസ്റ്റ് ആ നേരത്തെ കാണിച്ച ഫോട്ടോസൊക്കെ വെച്ച് ലൈറ്റൊക്കെ വെച്ചിട്ട് അങ്ങനെ. ഇതിപ്പോൾ ഞാൻ കേക്ക് എടുക്കാൻ വേണ്ടി താഴത്തേക്ക് വന്നേക്കാണ്. അങ്ങനെ ജസ്റ്റ് കേക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. ആ ബോക്സിൽ നിന്നൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു. ഐ ഡോണ്ട് നോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ സർപ്രൈസ് ആവുമോ എന്നുള്ളത് ഞാൻ നല്ലതായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അവന് സർപ്രൈസ് ആവും, കാരണം അവനക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു ചെറിയ സാധനം പോലും അവനക്കിതുപോലെ സർപ്രൈസ് ആയിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവനക്ക് ഭയങ്കര കാര്യമാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴെപ്പോഴും ചെയ്യാറുണ്ട്. അതിപ്പോൾ ഒരു ഇവൻറ്റ് വരണമെന്നൊന്നുമില്ല. പിന്നെ ഇസ്ലാമിൽ പോലുള്ളൊരു കാര്യമാണല്ലോ ഭാര്യയും ഭർത്താവും സമ്മാനങ്ങൾ കൈമാറുക എന്നുള്ളത് സുന്നത്താക്കപ്പെട്ട കാര്യമാണല്ലോ. അപ്പം ഞാൻ കൂടുതലും ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡേ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ തിരിച്ചു തരാനും അവന് മടിക്കാറില്ല. ഇപ്പോൾ ഇത് ഞാൻ തിരക്കൂട്ടി ചെയ്യണ വേറൊന്നല്ല, ഋതു താഴെ വന്നിട്ടുണ്ട്, കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ചെയ്യാണ് കാര്യങ്ങളൊക്കെ. ക്യാൻഡിൽ കത്തിച്ചു, അതുപോലെ ലൈറ്റൊക്കെ ജസ്റ്റ് ഒന്ന് കത്തിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഹറിബറായിട്ട് ഞാൻ ചെയ്യണത്. വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല എന്താവും അവൻ്റെ എന്താ പറയുക ഫേസിലുണ്ടാവുന്ന ഒരു എക്സ്പ്രഷൻ എന്താവും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. അധികമൊന്നും ഉണ്ടാവില്ലേക്കും അറിയില്ല. ഋതു ഇങ്ങനെ എക്സ്പ്രഷൻ കാണിക്കുന്ന ഒരാളാണ്, ഐ ഡോണ്ട് നോ. പക്ഷേ ഇതെന്ത് സംഭവിച്ചു വെച്ചാൽ ഋതുവിൻ്റെ ഫേസ് കാണുന്നില്ല ഗായ്സ് ഇതിൽ. കാരണം ഞാൻ ക്യാമറ വെച്ചതിൽ എന്തോ ഒരു പ്രശ്നം വന്നിട്ടാ തോന്നുന്നു ഞങ്ങൾ രണ്ടുപേരുടെ ഫേസ് കാണുന്നില്ല. അവ നന്നായിട്ട് സർപ്രൈസ് അയക്കണു. അതവന് അതിൽ പറയുന്നുണ്ട് മാഷാ അല്ലാ എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഐ എം വെരി ഹാപ്പി ഫോർ ദിസ്. എന്താ പറയുക, അതിന് വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്തത്. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കേക്ക് കട്ട് ചെയ്ത് അതിലൊന്നും നമ്മളെ ഫേസ് വന്നിട്ടില്ല. ബട്ട് കുഴപ്പമില്ല, ഈ ഒരു മൊമെൻ്റൊക്കെ നമുക്ക് കിട്ടിയല്ലോ, അതിന് വലിയ കാര്യം. പക്ഷേ ഋതു എന്നെ ഞെട്ടിച്ചു. ഋതു അതേപോലെ തന്നെ ഒരു ഡ്രസ്സ് എനിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഒരു ചെറിയ പ്രശ്നമുള്ള കാര്യം നമ്മളത് മാറ്റിക്കാൻ പ്ലാനാക്കിയിട്ട് വെച്ചേക്കാണ്. സോ ഇന്നത്തെ ഒരു ഡേ അങ്ങനെ കംപ്ലീറ്റ് ആവുകയാണ്. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മുടെ പാർട്ട്ണറായിക്കോട്ടെ, ഭാര്യ ഭർത്താവ് ആയിക്കോട്ടെ, അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളായിക്കോട്ടെ. ഇപ്പോൾ എൻഗേജ്മെൻ്റ് അത്ര വലിയ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല എങ്കിൽ പോലും ചെറിയൊരു ഇവൻറ്റ് നമ്മുടെ ലൈഫിൽ വന്നോട്ടെ, നമ്മൾ തമ്മിലുള്ള എന്തെങ്കിലും ഒരു കാര്യം വന്നോട്ടെ, അതൊക്കെ ഇതിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുക. ബിക്കോസ് അതൊക്കെ ഞങ്ങളുടെ ലവൊക്കെ ഒന്നും കൂടി
അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഞാൻ അങ്ങനെ മനസ്സിലാക്കിയ ഒരാളാണ്. സോ എന്തായിക്കോട്ടെ, എന്ത് സ്പെഷ്യൽ ഡേ വന്നോട്ടെ, അതൊക്കെ ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്യുക. ഞാൻ അങ്ങനെ മനസ്സിലാക്കിയ ഒരാളാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിക്കോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ലവ് ആയിക്കോട്ടെ, അതൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആയിട്ട് അടിപൊളിയായിട്ട് പോകും. സോ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ.